Hi, my dear students. Welcome to the next topic, treatment of goodwill at the time of retirement or death of a partner. ഇന്നത്തെ ക്ലാസ്സിൽ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ചും റിട്ടയർമെൻറ്റ് ഡെത്തിൻ്റെ ടൈമിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ല് പഠിച്ച ഏതായിരുന്നു? അഡ്മിഷൻ്റെ ടൈമിൽ അല്ലേ? ഇന്ന് നമുക്ക് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഗുഡ്വില്ല് ട്രീറ്റ് ചെയ്യാമെന്നുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. The retiring or deceased partner is entitled to his share of goodwill at the time of retirement or death because the goodwill has been earned by the firm with the efforts of all the existing partners. വിരമിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിക്ക് അവർ വിരമിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട സമയം വരെയുള്ള ഗുഡ്വില്ലിൻ്റെ വിഹിതത്തിന് അവകാശമുണ്ട്. കാരണം നിലവിലുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും, അതായത് റിട്ടയർ ചെയ്തു പോയ പാർട്ട്നേഴ്സും കൂടെ ഉൾപ്പെടെയുള്ള ശ്രമഫലമായിട്ടാണ് ഈ ഫേം എന്ത് നേടിയിരിക്കുന്നത്? ഗുഡ്വില്ല് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് ഹെൻസ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഗുഡ്വിൽ ഈസ് വാല്യൂഡ് ആസ് പെർ എഗ്രിമെൻറ്റ് എമംഗ് ദി പാർട്ട്നേഴ്സ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു പാർട്ട്ണർ വിരമിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ വില പങ്കാളികൾ തമ്മിലുള്ള കരാർ പ്രകാരം കണക്കാക്കേണ്ടതാണ്. ദ റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ണർ കോമ്പൻസേറ്റഡ് ഫോർ ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ബൈ ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് who have gained due to acquisition of share of profit from the retiring or deceased partner in their gaining ratio. അതായത് വിരമിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിക്ക് അയാളുടെ ഗുഡ്വില്ലിൻ്റെ വിഹിതത്തിന് തുടരുന്ന പങ്കാളികൾ ഗെയിനിങ് റേഷ്യോയിൽ, അതായത് നേട്ട അനുപാതത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. അതായത് എസ്പെഷ്യലി ആരാണോ വിരമിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിയുടെ വിഹിതത്തിൽ നിന്ന് ഗെയിൻ ഉണ്ടാക്കുന്നത് അവരാണ് എന്ത് ചെയ്യേണ്ടത്? ഈ നഷ്ടപരിഹാരം റിട്ടയർ ആയി പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ മരണപ്പെടുന്ന ആൾക്ക് കൊടുക്കേണ്ടത്. അപ്പം ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഗുഡ്വിൽ ഇൻ സച്ച് എ സിറ്റുവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ഓർ നോട്ട് ഗുഡ്വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഇത്തരം സാഹചര്യത്തിൽ ഗുഡ്വില്ലിൻ്റെ അക്കൗണ്ടിങ് ക്രമീകരണം നിലവിൽ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ബുക്കിൽ ഗുഡ്വിൽ ഉണ്ടോ ഇല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നമുക്ക് പഠിക്കേണ്ടത് വെൻ ഗുഡ്വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ്. അതായത് ഗുഡ്വില് ബുക്കിൽ അപ്പിയർ ചെയ്യുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. വെൻ ഗുഡ്വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് ദി ഫേം, ക്രെഡിറ്റ് is given to the retiring partner for the shares in goodwill by debiting the goodwill account to gaining partners capital account in their gaining ratio. അതായത് ഗുഡ്വിൽ ബുക്കിൽ അപ്പിയർ ചെയ്യുന്നില്ല എങ്കിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്? റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് അല്ലേ? അതായത് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എത്രമാത്രം ഷെയർ ഓഫ് ഗുഡ്വിൽ ഉണ്ടോ അത്രയും ഷെയർ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി എങ്ങനെയാണത്? ബൈ ഡെബിറ്റിംഗ് ദ ഗുഡ്വിൽ അക്കൗണ്ട് ടു ഗെയിനിങ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഗുഡ്വില്ലിനെ ഗെയിനിങ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഏത് റേഷ്യോയിൽ? അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ. അതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഇപ്പോൾ ഇൻഡിവിജ്വലി, അതായത് ABC 3 പേരുണ്ടെങ്കിൽ ആർക്കൊക്കെ ഗെയിൻ കിട്ടിയിട്ടുണ്ട് അവരുടെ എല്ലാം ഇൻഡിവിജ്വലായിട്ട് എഴുതണം. അപ്പോൾ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ഇൻ ഗുഡ്വിൽ ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ അഡ്ജസ്റ്റഡ്. അതായത് റിട്ടയർ ചെയ്തു പോകുന്ന ആളുടെ ഷെയർ ഓഫ് ഗുഡ്വില് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. കണ്ടോ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ വരുന്നത്? ക്രെഡിറ്റ് അല്ലേ? അപ്പം ആരുടെ അക്കൗണ്ടിലാണ് ഡെബിറ്റ് വരുന്നത്? ഗെയിനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് പോകേണ്ടത്. ആരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലും? റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ഇതൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും. വളരെ സിമ്പിളാണ്. നോക്കിക്കേ, ലെറ്റ് us take an example to understand the treatment of goodwill. A, B and C are partners in a firm sharing profits in the ratio of 3:2:1. B retired and the value of goodwill of the firm is valued at rupees 60,000.
A and C continue the business sharing profit in the ratio of 3:1. ദ ജേർണൽ എൻട്രി ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ജേർണൽ എൻട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം നോക്കിക്കേ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് കാര്യങ്ങൾ. അതായത് എയുടെയും ബിയുടെയും സിയുടെയും ന്യൂ റേഷ്യോ ആണ് ഈ തന്നിരിക്കുന്നത് അല്ലേ. 3:2:1. അതിനെ ഞാനിങ്ങനെ 3/6:2/6:1/6 എന്ന് എഴുതി. ഇതിനകത്ത് റിട്ടയർ ചെയ്ത് പോകുന്നത് ആരാ? ബി ആണ്. അപ്പം എന്തേ ബിയുടെ ഷെയർ ഞാൻ റിട്ടയർ ചെയ്ത് പോകുന്നതുകൊണ്ട് അയാളുടെ ഞാൻ റൗണ്ട് ചെയ്തു. ഇനി ഇവിടെ റിട്ടയർ ചെയ്ത് പോകുന്ന ആളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ കണ്ടിന്യൂ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 3:1 ആണ്. അതായത് 3:1 എന്ന് പറയുന്നത് എന്താ? എയുടെയും സിയുടെയും ഓൾഡ് റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഇവിടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 3:1 ആണ്. അതായത് റിട്ടയർ ചെയ്ത് പോകുന്ന ആളുടെ കട്ട് ചെയ്തിരുന്നാൽ ബാക്കിയുള്ളതിലാണ് അവർ തുടരുന്നത്. അപ്പം ന്യൂ റേഷ്യോ ഏതാണ്? എയുടേത് 3 ആണല്ലോ. അപ്പം 3:1 എന്നാണ്. അപ്പോൾ ഇവിടെ 3:1. അപ്പം 3:1. അപ്പം 3/4:1/4 എന്ന് എഴുതാം. ഇനി ഇവിടെ നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇതിനു മുമ്പ് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലേ? അതായത് ഓൾഡ് റേഷ്യോയും അത് റിട്ടയർ ചെയ്യുന്ന ആളുടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഷെയറിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ കണ്ടില്ലേ, അത് എവിടെയൊക്കെ എങ്ങനെയാണ്? എമ്മും എന്നും ടിയും റിട്ടയർ ചെയ്ത് പോയി. അതിൽ ആരെങ്കിലും ഓരോരുത്തർ വെച്ച് റിട്ടയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ആ പുതിയ റേഷ്യോ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 3:1 ആണ് കേട്ടോ. 3:1 ആണ്. ഇവിടെ ഗെയിനിങ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഗുഡ് വില്ല് വീതിക്കാൻ പോകുന്നത്. നോക്കിക്കേ, അപ്പോൾ നോക്കിക്കേ ഇവിടെ എന്താ അർത്ഥം? ഇതാണ്. നിങ്ങൾ ഈ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ വളരെ സിമ്പിളായിട്ട് ബാക്കിയുള്ളതെല്ലാം മനസ്സിലാക്കുക. ഇവിടെ ഈ റിട്ടയർ ചെയ്തു പോകുന്ന ആളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഫേമിൻ്റെ ഗുഡ് വില്ലാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 60,000. അപ്പോൾ സിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കാരണം ഇവരുടെ 3 പേരുടെയും റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഓൾഡ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി സിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കാണാൻ. അപ്പോൾ എത്രയാണ്? 60,000 ഇൻറ്റു റിട്ടയർ ചെയ്യുന്ന ആളുടെ റേഷ്യോ എത്രയായിരുന്നു? 2/6 ഇൻറ്റു 2/6. അപ്പോൾ എത്രയാണ്? 20,000 ആണ് നമ്മൾ ഗുഡ് വില്ലായിട്ട് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറായ ബിക്ക് കൊടുത്തു വിടേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഗുഡ് വില്ലിൻ്റെ ടോട്ടൽ ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വില്ലാണ് 60,000. അതിൻ്റെ 20,000 ആണ് റിട്ടയർ ചെയ്ത് പോകുന്ന ബിക്ക് അവകാശപ്പെട്ടത്. അത് കണ്ടുപിടിച്ചാൽ മനസ്സിലായില്ലേ? ഫേമിൻ്റെ ഗുഡ് വില്ലിനെ അയാളുടെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ഇനി ഈ ഗുഡ് വില്ല് ഈ 20,000 ആരാ കൊടുത്തു വിടേണ്ടത്? ഫേമിലെ ബാക്കിയുള്ള റിമൈനിങ് പാർട്ട്നേഴ്സ് അല്ലേ. അതായത് ബി റിട്ടയർ ചെയ്തു പോകുമ്പോൾ ഇനി ആ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നത് ആരാണ്? ബാക്കിയുള്ള റിമൈനിങ് പാർട്ട്നേഴ്സ് അല്ലേ. അതായത് റിമൈനിങ് ഉള്ള അതായത് ഗെയിൻ കിട്ടുന്ന ബാക്കി പാർട്ട്നേഴ്സാണ് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള റിട്ടയർ ചെയ്ത് പോകുന്ന ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ അവർ വേണ്ട ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കൊടുത്തു വിടാനായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗെയിൻ കിട്ടുന്ന പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞ് ആരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലണം? അത് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവണം. നോക്കിക്കേ, ഇതെല്ലാവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. അതായത് ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്? ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് അല്ലേ. അതായത് ഇങ്ങോട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്യാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ട് ബാലൻസ് ഡിക്രീസ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ബിയും സിയും. എയും ബിയും സിയും അത് ഞാൻ എഴുതി. ഇനി ഇതിനകത്ത് ആരാ റിട്ടയർ ചെയ്ത് പോകുന്നത്? ബി ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരണം. ഈ 20,000 രൂപ ബിയുടെ അക്കൗണ്ടിലേക്ക് ചെല്ലണം. അത് കൊടുക്കുന്നത് ആരാണ്? എയും സിയും കൂടെ ചേർന്നല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എൻട്രി വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയല്ല വരേണ്ടത്. ബിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരണം. അപ്പം ബിയുടെ അക്കൗണ്ടിൽ എത്ര വെച്ചാണ് വരുന്നത്? അതുപോലെ ദേ 20,000ത്തിൻ്റെ ഗെയിനിങ് റേഷ്യോയിൽ വീതിക്കണം കേട്ടോ. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. അപ്പോൾ എ എത്രയാണ് കൊടുക്കേണ്ടത്? കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 20,000 ഇൻറ്റു 3/4 15,000. അതുപോലെ സി എത്ര കൊടുക്കണം? 20,000 ഇൻറ്റു 1/4. അതായത് ഗെയിനിങ് റേഷ്യോയിലാണ് നമ്മൾ ഈ ഗുഡ് വില്ല് എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എ കൊടുക്കുന്നത് 15,000, സിയുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് 5,000 ആണ്. അപ്പോൾ അത് എവിടെ ചെന്ന് ചാടണം? ബിയുടെ അക്കൗണ്ടിൽ ചെന്ന് ചാടണം. അപ്പോൾ നമ്മൾ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എയുടെ അക്കൗണ്ടിൽ നിന്ന് എത്രയാണ് വരാൻ പോകുന്നത്? 15,000 ബിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു. അതുപോലെ ഇനി അടുത്ത ആൾ ആരാണ്?
സിയുടെ ക്യാപിറ്റൽ സി ആണ്, സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എത്ര ക്രെഡിറ്റ് ആകാൻ പോകുന്നത്? 5000 അല്ലേ. ഇനി അപ്പോൾ ഈ കൊടുത്ത എമൗണ്ട് ഇവരുടെ രണ്ടുപേരുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുകയും ചെയ്യണം? കുറയണ്ടേ? അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് ബാലൻസ് വരണം? ഡെബിറ്റ് ബാലൻസ് വരണം. അതായത് എയുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര പോകുന്നതായിട്ട് വരണം? കുറയുന്നതായിട്ട് 15000, സിയുടെ അക്കൗണ്ടിൽ നിന്ന് 5000 കുറയുന്നതായിട്ടും വരണം. അപ്പോൾ അത് രണ്ടും എങ്ങോട്ട് പോയേക്കുന്നതാണ്? ബിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് പോയേക്കുന്നതാണ്. ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് മനസ്സിലാക്കി എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതായത് റിട്ടയർ ചെയ്തു പോകുന്ന ആളുടെ ഗുഡ് വില്ല് എന്ത് ചെയ്യുന്നു? അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അത് ആരാണ് കൊടുക്കുന്നത്? ഗെയിൻ കിട്ടിയ റിമൈനിങ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? കുറവ് വരുന്നു. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ നോക്കിക്കേ, ഈ എൻട്രി വെച്ച് നോക്കിക്കേ, ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ ഇവിടെ ഗെയിൻ കിട്ടുന്ന ആർക്കാണ്? എയ്ക്കും സിക്കും. അപ്പോൾ എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 15,000, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5,000 എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പം നരേഷൻ കൊടുക്കുക. അതുപോലെ ബീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ടു റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദർ ഗെയിനിങ് റേഷ്യോ. ഇനി ആ ഒരു കേസ് അവിടെ നിൽക്കട്ടെ. ഇനി അത് ബേസ് ചെയ്യുന്ന ഇല്ലസ്ട്രേഷനാണ്. ഇനി ഇവിടെ വേറൊരു കേസുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം ഞാനത് ക്ലാസ്സിൽ പറയാം, അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ. അപ്പം നോക്കിക്കേ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ്. നമുക്ക് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കിക്കേ, കേശവ്, നിർമ്മൽ ആൻഡ് പങ്കജ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:2. Nirmal retires and the goodwill is valued at ₹72,000. Keshav and Pankaj decided to share future profit and losses in the ratio of 5:3. Record necessary journal entries. നോക്കിക്കേ, ഇവിടെ എന്താ തന്നേക്കുന്നത്? ഇവിടെ KNP എന്ന് ഞാൻ എഴുതിയേക്കുവാണ് ഷോർട്ട് ഫോമിൽ. അവരുടെ റേഷ്യോ 4:3:2, അതായത് 4/9:3/9:2/9. ഇനി അവരുടെ ന്യൂ റേഷ്യോ ആണ് തന്നേക്കുന്നത് അല്ലേ? പുതിയ റേഷ്യോയിൽ, പഴയ റേഷ്യോയിലല്ല, അവർ ന്യൂ റേഷ്യോയിലാണ്. അപ്പോൾ ഇവിടെ റിട്ടയർ ആകുന്നത് ആരാണ്? N ആണ്, നിർമ്മലാണ്. അപ്പം ബാക്കിയുള്ള കെയുടെയും ബിയുടെയും ന്യൂ റേഷ്യോ 5:3 ആണ്, അതായത് 5/8:3/8. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെയും നമ്മൾ അതേ ഫേമിൻ്റെ ഗുഡ് വില്ലാണ് തന്നിരിക്കുന്നത് 72,000. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വിമലിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് റിട്ടയർ ആകുന്ന വിമലല്ലല്ലോ, ആരാണ്? നിർമ്മലല്ലേ. അപ്പം നിർമ്മലിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നിർമ്മലിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. പിന്നെ ആ ഗുഡ് വില്ല് ഗെയിനിങ് പാർട്ട്നേഴ്സ് ഗെയിനിങ് റേഷ്യോയിൽ വേണ്ട വീതിക്കാൻ. അപ്പം നമ്മൾ ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം. ഏതാണ്? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് സൂത്രത്തെ കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പം ആദ്യം നമുക്ക് നിർമ്മലാണ് ടോട്ടൽ ഗുഡ് വില്ല്. നിർമ്മലാണ് റിട്ടയർ ചെയ്യുന്നത്. നിർമ്മൽ റിട്ടയേഴ്സ് ആൻഡ് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 72,000. അപ്പം ഇവിടെ വിമൽ ഷെയർ ഓഫ് ഗുഡ് വിൽ എന്നാണ്. അത് മാറ്റിയിട്ട് ഇവിടെ ആരാണ് റിട്ടയർ ആകുന്നത്? നിർമ്മലാണ്. അപ്പം നിർമ്മൽസ് ഷെയർ ഓഫ് ഗുഡ് വില്ല്. അപ്പം എങ്ങനെയാണ്? 72,000 ഇൻറ്റു നിർമ്മലിൻ്റെ ഷെയർ എത്രയാണ്? 3/9 അല്ലേ? 3/9 ആണ് ഓൾഡ് ഷെയർ. അപ്പം 72,000 ഇൻറ്റു 3/9 എത്രയാണ്? 24,000 വരെ. ഇനി ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. കാരണം ഓൾഡ് ഷെയറും ന്യൂ ഷെയറും തന്നിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പം ബാക്കിയുള്ള പാർട്ട്ണർ ആരാണ്? ഒരാൾ K ആണ്, കേശവാണ്. കേശവിൻ്റെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? കേശവിൻ്റെ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ അല്ലേ? ന്യൂ ഷെയർ 5/8 മൈനസ് ഓൾഡ് ഷെയർ 4/9. അതുപോലെ പങ്കജിൻ്റെ ന്യൂ ഷെയർ 3/8 മൈനസ് ഓൾഡ് ഷെയർ 2/9. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എങ്ങനെ വരും? 13/72. ഇതറിയാമല്ലോ, കാൽക്കുലേഷൻ അറിയാമല്ലോ. ഇത് LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര വരും? 13/72. ഇതും അതുപോലെ തന്നെ LCM എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 11/72. അപ്പോൾ ഹെൻസ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13:11 എന്നായിരിക്കും. അതായത് 13/24:11/24. ഇനി നമുക്ക് എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പം എൻട്രി കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ല എൻട്രി വരേണ്ടത്. ഇതുപോലെയല്ല എൻട്രി വരേണ്ടത്. അപ്പം നോക്കിക്കുക എങ്ങനെയാണ് ഇവിടെ ഗെയിൻ കിട്ടുന്ന പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? കേശവും പങ്കജുമാണ്. അപ്പം കേശവിൻ്റെ നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചു 13:11 ആണ്. അപ്പോൾ നിർമ്മലിൻ്റെ
ഷെയർ ഓഫ് ഗുഡ്വില്ലും കണ്ടുപിടിച്ചു. അത് എത്രയാണ്? 24,000. അപ്പോൾ അത് നിർമ്മലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് കൊടുക്കുന്നു അല്ലേ? ആദ്യം നിർമ്മലിൻ്റെ അക്കൗണ്ടിലേക്ക് 24,000 ക്രെഡിറ്റ് ചെയ്യുന്നു. അത് കൊടുക്കുന്നത് കേശവും പങ്കജുമാണ്. അപ്പം കേശവ് എത്ര കൊടുക്കണം? 24,000 ഇൻറ്റു 13/24. അതുപോലെ പങ്കജ് എത്രയാണ് കൊടുക്കേണ്ടത്? 24,000 ഇൻറ്റു 11/24, 11,000. അപ്പം നിർമ്മൽ ഷെയർ ഓഫ് ഗുഡ്വിൽ അഡ്ജസ്റ്റഡ് ടു കേശവ് ആൻഡ് പങ്കജ് ഇൻ ദർ ഗെയിനിങ് റേഷ്യോ 13:11. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ഒരു ഇല്ലസ്ട്രേഷൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ജയ, കീർത്തി, ഏക്ത ആൻഡ് Shweta are partners in a firm, sharing profit and losses in the ratio 2:1:2:1. On Jaya's retirement, the goodwill of the firm is valued at rupees 36,000. Kirti, Ekta and Shweta decided to share future profits equally. Record the necessary journal entry for the treatment of goodwill without opening goodwill account. ഗുഡ്വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ അതിൻ്റെ ഉള്ള എൻട്രി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഷോർട്ടായിട്ട് നോക്കിക്കേ. 4 പേരുണ്ട്. JKES എന്ന് ഞാൻ ഷോർട്ട് ചെയ്യുന്നു. അവരുടെ റേഷ്യോ 2:1:2:1 ആണ്. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. റിട്ടയർ ചെയ്യുന്നത് ആരാണ്? ജയയാണ്. ന്യൂ റേഷ്യോ അപ്പോൾ ഈക്വലി എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടോ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഈക്വലി. അപ്പോൾ ഈക്വലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 3 പേരാണുള്ളത്. 1:1 എന്ന് വരും അല്ലേ? അപ്പോൾ ന്യൂ റേഷ്യോ അതാണ്. അപ്പോൾ 1/3:1/3 അങ്ങനെ എഴുതുന്നു. ഇനി ഇവിടെ ഫേമിൻ്റെ ഗുഡ്വില്ലാണ്. ഇവിടെ ഗുഡ്വിൽ ഓഫ് ദ ഫേം ആണ് തന്നേക്കുന്നത്. എത്ര? 36,000. അപ്പോൾ ഇവിടെ ആരാ റിട്ടയർ ആവുന്നത്? ജയാണ് റിട്ടയർ ആവുന്നത്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? ജയയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 36,000 ആണ് ഫേമിൻ്റെ ഗുഡ്വില്. 36,000 ഇൻറ്റു ജയയുടെ ഷെയർ എത്രയാണ്? 2/6 അല്ലേ? അപ്പോൾ 36,000 ഇൻറ്റു 2/6 = 12,000. ഇനി ഇവിടെ ഗുഡ്വിൽ നമ്മൾ ഗെയിനിങ് റേഷ്യോയിൽ വേണമല്ലോ വീതിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഗെയിനിങ് ഷെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. അപ്പോൾ ആദ്യമേ കീർത്തിയുടെ കണ്ടുപിടിക്കുക. കീർത്തിയുടെ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? കീർത്തിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? അതെ 1/3. 1/3 മൈനസ് 1/6. 1/3 മൈനസ് 1/6. അതുപോലെ എക്തയുടെ ഗെയിൻ എങ്ങനെയാണ്? 1/3 മൈനസ് 2/6. അതുപോലെ ശ്വേതയുടെ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/3 മൈനസ് 1/6 അല്ലേ? അപ്പം അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്റർ ഇവിടെ 6 ആണ്. നമുക്ക് ഇതിനെ 6ലേക്ക് ആക്കാമല്ലോ. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വരും? 1/6 ആണ് കീർത്തിയുടെ ഗെയിൻ. ഇവിടെ എക്തയുടെ ഗെയിൻ എത്രയാണെന്ന് നോക്കിക്കേ. 2:1 2:3 ഇവിടെ 2 ഇൻറ്റു ചെയ്യുക കേട്ടോ. 6 അല്ലേ? 6ലേക്ക് ആക്കാൻ വേണ്ടി 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഇവിടെ വരുമ്പം 2 മൈനസ് 2/6 0. അപ്പോൾ ഇവിടെ എക്തയ്ക്ക് ഗെയിനുമില്ല, സാക്രിഫൈസും ഇല്ല. എക്തയ്ക്ക് ഈ പാർട്ട്ണർ അതായത് ഈ ജയ റിട്ടയർ ചെയ്യുന്നത് കൊണ്ട് ഒരു നേട്ടവുമില്ല, കോട്ടവുമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ആരാണ്? എക്തയുടെ കണ്ടു. ഇനി ശ്വേതയാണ്. ശ്വേതയുടെ ഗെയിനും നമ്മൾ പറഞ്ഞല്ലോ. അതായത് 1/3 മൈനസ് 1/6. അപ്പോൾ എത്രയാണ്? ഡിനോമിനേറ്റർ 2 ഇട്ട് 1 ആക്കുന്നു. അപ്പം മുകളിലും താഴെയും 2 ഇടുന്നു. 2 മൈനസ് 1/6 അല്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? 1/6 വരും. അപ്പോൾ ഇവിടെ ശ്വേതയുടെ ഗെയിൻ എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പോൾ ഇവിടെ ഗെയിൻ കിട്ടുന്നത് ആർക്കൊക്കെ മാത്രമേ ഉള്ളൂ? കീർത്തിക്കും ശ്വേതയ്ക്കും മാത്രമല്ലേ ഉള്ളൂ ഗെയിൻ. അപ്പോൾ ഈ ഗുഡ്വില്ല് ആരൊക്കെയാണ് കൊടുക്കേണ്ടത്? കീർത്തി ശ്വേതയും കൂടെ വേണം കൊടുക്കാൻ. എക്തയോട് കൊടുക്കാൻ പറയാൻ പറ്റുമോ? എക്തയ്ക്ക് ഈ റിട്ടയർ ചെയ്യുന്നത് വഴി ജയ റിട്ടയർ ചെയ്യുന്നതുകൊണ്ട് ഗെയിനുമില്ല, സാക്രിഫൈസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എക്തേനെ ഈ കൂടെ പെടുത്തണ്ട. ഈ ഗുഡ്വില്ലിൻ്റെ ഷെയർ ആരാണ് കൊടുക്കേണ്ടത്? ഗെയിൻ കിട്ടിയ കീർത്തിയും ശ്വേതയും കൂടിയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ കീർത്തിയും ശ്വേതയും കൂടെ അവരുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1:1. അതായത് തുല്യമായിട്ടാണ്. അപ്പോൾ 1:1 എന്ന് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചത് നമ്മൾ 1:1 ആണ്. അപ്പോൾ ജയയുടെ ഷെയർ ഓഫ് ഗുഡ്വില്ല് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 12,000 ആണ്. അപ്പോൾ ഈ 12,000-ൽ 6,000 കീർത്തിയുടെ അക്കൗണ്ടിൽ നിന്നും പോകും, 6,000 ശ്വേതയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും പോകും.
മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എക്തയുടെ അക്കൗണ്ടിൽ നിന്ന് പോകാത്തത്? കാരണം ഇവിടെ റിട്ടയർ ചെയ്ത് പോകുന്നത് വഴി, ജയ റിട്ടയർ ചെയ്ത് പോകുന്നത് വഴി എക്തയ്ക്ക് ഗെയിൻ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് എക്തയുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്യാത്തത്. അപ്പം ഗെയിൻ കിട്ടിയ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട്? ഡെബിറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ജനറൽ എൻട്രിയിൽ എടുത്തു പറയുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സ് പറയാതെ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക്